ഹായ് ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ആഷി ഐസാൻ വ്ളോഗ്സ്. അപ്പൊ ഗൈസ് എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത്. അപ്പൊ ഞാനിതാ റാമിയുടെ ഹോമിലാണ് ഗൈസ് ഉള്ളത്. അപ്പോ അവിടെ വേറെ ആരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഫതിലുണ്ട്, സുട്ട് മണ്ടി ലാമി. എന്നിട്ട് എന്താണ് ഇന്നത്തെ വ്ളോഗ്? ഫുള്ളും ഇല്ല, എല്ലാവരും ലാമിക്കാണ്. ഫാമിലി ലാസ്റ്റത്തെ ഡ്രസ്സൊക്കെ ചോദിച്ചിട്ടും ആന്ന് നല്ല രസമുണ്ട് ഡ്രസ്സ്. അതെ, സെൻസ് ഇല്ല. നല്ല രസമുണ്ട്. എല്ലാരും കല്യാണത്തിനൊക്കെ പോയിട്ട് എത്ര ആൾക്കാരില്ലേ ലാമിനെ പറഞ്ഞേ? അത്ര ഇടക്കേറിട്ട് കണ്ടു അടിപ്പിച്ചതാണ് ഗായ്സ്. അതുകൊണ്ട് തുണി എടുക്കാൻ പോയിട്ട് പാണ് കൊറേ റിസ്ക് എടുത്ത് കണ്ട് അടിച്ചതാണ് അല്ലേ? എനിക്ക് നല്ല ഇഷ്ടമുണ്ട് ഗായ്സ്. ഇപ്പൊ നമ്മള് വീഡിയോ ഇടുന്നാലേ അപ്പൊ കൊറേ ആൾക്കാര് ഇന്നത്തെ പരിപാടി എന്താ? അതാട്ടോ മെയിൻ പ്രശ്നം. അതാ ചിലപ്പോ അവിടുത്തെ വ്ളോഗൊക്കെ സ്റ്റാർട്ട് പിന്നെ ഉണ്ടാവും ഇവിടുന്നൊക്കെ അല്ലേ, പോയി നിക്കാണ്. അപ്പൊ ഇന്നെന്തൊക്കെയാ എന്താ നമ്മളെ പരിപാടി? എന്താ വലിയ പരിപാടിയൊന്നും ഇല്ല, വെറുതെ ഡെയിലി വ്ളോഗ്സിൽ ഇങ്ങനെ ഫോൺ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ തുടങ്ങിയതാ. പറയ് ഇന്നത്തെ പരിപാടി എന്താ? എനിക്ക് ഇഷ്ടം, കാരണം ഈ പറയണത് കേക്കണം എന്നാണല്ലോ ഈ ഒരു സമയത്ത് എല്ലാരും പറയല്. അങ്ങനല്ല, പറ. ഈ പെണ്ണിന് ഇപ്പൊ കുറച്ച് ദിവസമായി കപ്പ ബിരിയാണി അച്ചാറൊക്കെ ഭയങ്കര. അച്ചാർ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ കപ്പ ബിരിയാണി ആണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങള് അച്ചാറില്ലേ, അച്ചാർ എന്നാണ് ഞങ്ങൾക്ക് അച്ചാർ എന്നാൻ പോകുന്ന ഒരു സ്ഥലം വരെ പോവാ. ഇവിടെ വീടിന്റെ അടുത്ത് ഒരു സ്ഥലം ഉണ്ട് അല്ലേ, അവിടെ നമുക്ക് അച്ചാറാൻ പോവാ. കമോൺ ലെറ്റ്സ് കം. നമുക്ക് ഡ്രസ്സ് മാറിയിട്ട് പോവാ. ഫതില് പിന്നെ ശനിയാഴ്ചക്കല്ല, അപ്പൊ അങ്ങനെ ഇവിടെ കളിച്ചോട്ട് വിചാരിച്ച്. അപ്പൊ ഞാനും ലാമിയും പോയി വരാം ഗൈസ്. ബൈ ഗൈസ്. ലാമിക്ക് അച്ചാർ എന്നാണ് പറഞ്ഞിട്ട് ഒന്നും നോക്കില്ല. എവിടേക്ക് എത്തി നമ്മള്? കൂരാട് ഇല്ല. അപ്പോൾ അവൾക്ക് അച്ചാറാണ് പറയുമ്പോ അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും വിശേഷമാണെന്ന്. അതൊക്കെ നമ്മൾ വയ്യ പറയില്ലേ, പക്ഷെ വയ്യ പറയും ഗൈസ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ അച്ചാറ് ബന്ധപ്പെട്ട് ഒരുപാട് അച്ചാറുണ്ട് കേട്ടോ, പല രീതിക്ക്. പുളിയിഞ്ചി ലെമൺ പിക്കിൾ, പ്രോൺസ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, ബീഫ് ഉണ്ട്, ഫിഷ് ഉണ്ട്, എത്ര ഐറ്റംസ് ഉണ്ട്, ബീട്രൂട്ട് ഉണ്ട്, മിക്സഡ് വെജിറ്റബിൾസ്. നമുക്ക് അറിയില്ല അതിന്റെ കണക്ക്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് അച്ചാർ ഏതാന്ന് കമന്റ് ചെയ്യട്ടോ. പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു സംഭവം ഉണ്ട്, ഞാൻ ഇവരെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കട്ടോ. ഇവിടുത്തെ ഒരു അച്ചാർ ഒരു രക്ഷയില്ല. നമുക്ക് നോർമലി ഇത് കേട്ടിട്ട് തന്നെ നമ്മൾ അപ്പം അങ്ങനെ വന്നതാണ്. ഇവരിൽ പിന്നെ ഒരു മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ടത് എന്താ വെച്ചാൽ, ഇവരത് ഏതൊരു പിക്കിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും തുറന്നാറ്റി കൊടുത്തളാ. എനിക്ക് മീൻ ഇഷ്ടമില്ലെങ്കിൽ എനിക്ക് പ്രോൺസിന്റെ പിക്കിൾസ് ഇഷ്ടമാണ്. അപ്പം നമ്മളിപ്പോൾ ഒരച്ചാർ തുറന്നിട്ടുണ്ടല്ലോ, ഇതിനുള്ളിൽ ഒരു ലക്കി ഡ്രോ കൂപ്പൺ ഉണ്ടാവും എല്ലാ അച്ചാറിൻ്റെ ഉള്ളിലും. അപ്പോൾ മെയ് 3-ാം തീയതി വഴി ലക്കി ഡ്രോ തെരഞ്ഞെടുക്കും. അതിൽ നോക്കി ഫസ്റ്റ് പ്രൈസ് എന്താ നോക്കി, ഒരു അച്ചാർ എടുത്ത 4 ഗ്രാമിന്റെ ഗോൾഡ് കാട്ടി കൊടുക്കട്ടെ. 4 ഗ്രാമിന്റെ ഗോൾഡ് കോയിൻ. സെക്കൻഡ് പ്രൈസ് ഒരു മൊബൈൽ ഫോണ്, തേർഡ് പ്രൈസ് സ്മാർട്ട് TV, ഫോർത്ത് ഒരു ഇലക്ട്രിക് സ്റ്റവ്, പിന്നെ അപ്പോൾ തന്നെ ഒരു കുക്കർ. അപ്പൊ ഗൈസ് ഉണ്ട് പ്രഷർ കുക്കർ. അപ്പൊ ഒരു അച്ചാർ എടുത്താൽ ചിലപ്പോ ഇത് കിട്ടൂല ലാമി. 6 പ്രൈസ് വരെ ഇതിലുണ്ട്. മെയ് 3-ാം തീയതി നറുക്കിടുമ്പോ ചിലപ്പോ നിങ്ങളൊക്കെ ഗോൾഡ് കോയിനും അച്ചാറൊക്കെ എല്ലാവരും കഞ്ഞിക്കും ചോറിനൊക്കെ കൂട്ടണതാണ് എന്തായാലും. അപ്പൊ വാങ്ങണ ഈ പ്രാവശ്യങ്ങള് ഐറിൻസ് പിക്കിളൊന്ന് ജസ്റ്റ് ഒന്നില്ലേ ട്രൈ ചെയ്തോക്കെ. ഞാൻ കോൺടാക്ട് നമ്പർ, ഒരു ഓൾ ഇന്ത്യ ഫുൾ ഡെലിവറി ഉണ്ട്. അപ്പോൾ നിങ്ങൾ കഴിച്ചിട്ട് അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയട്ടോ. നമ്മൾ ഏതൊക്കെ ലാമി എടുക്കുന്നത്? ഒരു അച്ചാറല്ലേ, എന്തായാലും അച്ചാർ എല്ലാവർക്കും ഫുഡിന്റെ ഒക്കെ ആവശ്യമുള്ള സംഭവമാണല്ലോ. അടുത്ത ചിലപ്പോൾ ഭാഗ്യം പരീക്ഷിക്കാം. അതുപോലെ തന്നെ റേറ്റിലും നല്ല കുറവുണ്ട്. അതുപോലെ തന്നെ നല്ല റേറ്റിലൊക്കെ തന്നെയാണ് വരുന്നത് എല്ലാതും. അതും വീട്ടിൽ തന്നെ അല്ലേ, ഹോം മെയ്ഡ് പിക്കിൾസ് ആണ്. അതാണ് മെയിൻ ഹൈലൈറ്റ്. നമ്മളെ കുറച്ച് താത്തമാര് അവരൊക്കെ കൂടി കണ്ട് ഉണ്ടാക്കണേ. ഞാൻ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കല്ലോ ലാമി. അപ്പൊ ഈ വീഡിയോയിൽ കുറെ കമന്റ് വരും, ലാമി എന്താ വിശേഷമായ ഗൈസ്. ഒരുപാടുണ്ട് കേട്ടോ. ഏതെടുക്കണ്ടേ നമ്മള്? ഏതെടുക്കണ്ടേ? നമ്മൾ ഏതൊക്കെ തിരഞ്ഞെടുക്കണ്ട്. അപ്പം ഞാൻ അടുത്ത കമൻറ്റ് ലാമിക്ക് വിശേഷമായെന്ന് വെച്ചിട്ടേക്ക് ലാമി വരിക. എനിക്കല്ല ഇതിനൊക്കെ റിപ്ലൈ കൊടുത്ത് എനിക്കറിയുന്നില്ല. ലാമി ഏതൊക്കെ തിരഞ്ഞെടുക്കണ്ട കൊണ്ടുപോവാൻ. മാമി ഏതൊക്കെയാണ് എടുക്കാൻ?
ഇവിടുത്തെ ടേസ്റ്റ് നോക്കുകയാണ്. ഏതെടുത്തിക്കണ്? ടെൻഡർ മാംഗോ, കണ്ണി മാങ്ങ അച്ചാർ. എന്താ അവസ്ഥ? ഇന്റെ തൊള്ളേന്നൊക്കെ വെള്ളതാണ്. അച്ചാർ കാണുമ്പോൾ പൊതുവെ വായന്ന് വെള്ളം വരില്ലേ? ഒരു രക്ഷയില്ല. കാണില്ല മൂക്കം തുടങ്ങി. അപ്പോൾ രണ്ടായിട്ട് എടുക്കണ മുഖം ഉണ്ടാവില്ല ചിലപ്പോൾ വീഡിയോയിൽ. അടിപൊളിയാണ്. സീരിയസ്ലി പറയാലോ, എനിക്ക് നല്ല ഇഷ്ടമായി. 4ാമത്തെ പീസാണ്. ഒരു രക്ഷയില്ല. പുളി എന്ന് പറഞ്ഞപ്പോൾ പൊളി സാധനം. ഞാൻ ഈ ഇടയിട്ട് ഇത്ര ടേസ്റ്റുള്ള സാധനം ഞാൻ തിന്നില്ല കേട്ടോ. ഞാൻ പണ്ട് കാസർഗോഡ് തിന്നു. കണ്ണിമാങ്ങ അച്ചാർ ടേസ്റ്റുള്ള സത്യം പറഞ്ഞാൽ തിരിഞ്ഞില്ല. നല്ല എരിവും എല്ലാം പുളി. പിന്നെ കടയിൽ നിന്ന് വാങ്ങണ അച്ചാർ പോലെയല്ല, നമ്മൾ ഹോംലി മെയ്ഡ് ആയതുകൊണ്ട് തന്നെ മറ്റേ വിനെഗറിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ധൈര്യപൂർവ്വം കഴിക്കട്ടെ ഈ സാധനം. പക്ക നമ്മൾ ഗ്യാരണ്ടിയാ. നമ്മളിങ്ങനെ വിചാരിച്ചില്ല. ഇജ്ജ് ഇത്ര വിചാരിച്ചിനോ? ഇത് എത്രാമത്തെ പീസ് നിനക്കെന്നാ? എന്താ പറയണ്ടേ സത്യത്തിൽ അറിയില്ല. ഞാൻ അടുത്ത ട്രൈ ചെയ്യും. ഗൈസ്, അപ്പം ഞാൻ അവരുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കട്ടോ. അപ്പം നിങ്ങൾക്ക് അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം. വലിയ ഓൾ ഇന്ത്യ എവിടേക്കും ഇനി ഗൾഫിക്കൊക്കെ ഇനി പോകണവർക്ക്, ഗൾഫിലത്തെ ഇങ്ങനെ മെയിൻലി അച്ചാറാക്കില്ല, നാട്ടിലത്തെ അച്ചാർ മിസ് ചെയ്യാം. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. 17 ഐറ്റംസ് അച്ചാറാട്ടോ ഇവരിലുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ ലക്കി ഡ്രോ ഒരു കൂപ്പൺ ഉണ്ട്. ചിലപ്പോൾ ഒരു അച്ചാറായി ചിലപ്പോൾ നിങ്ങളാവാം ആ ഭാഗ്യശാലി. അതെ, ശരിക്കും നല്ല രസമുണ്ട്. കണ്ണിമാങ്ങ ഒരു സ്പെഷ്യൽ ഇതാണെന്ന് പറഞ്ഞാൽ എന്താണ് റെഡ് ചില്ലി പിക്കിള്. മധുരം എരിവും ഒക്കെ കൂടിയുള്ളൊരു ടേസ്റ്റ്. രസമുണ്ടാവും. വേറെ ടേസ്റ്റ് ഇതുവരെ എന്തെല്ലോ നമുക്ക് അറിയണ തന്നെ എന്തൊക്കെയോ ടേസ്റ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. ഇത് രക്ഷയില്ല കേട്ടോ. ഇതൊക്കെ കഞ്ഞിക്കും ചോറിനൊക്കെ കൂട്ടിയ വേറെ ഒന്നും വേണ്ട, കൂട്ടാൻ്റെ ആവശ്യമില്ല. എല്ലാം കേട്ടോ. ഇത് കൺഫ്യൂഷൻ ആവട്ടെ, സത്യം സീരിയസ്ലി പറഞ്ഞതാട്ടാ അല്ലേ. ഏതെടുക്കണമെന്ന് ഇപ്പോൾ നമ്മൾ 2ാമത്തെ ഫ്ലേവർ ഇപ്പോൾ എടുത്ത് നോക്കിയ. ഇനി അടുത്ത് ട്രൈ ചെയ്യാൻ പോണത് ഇതാ ഡേറ്റ്സ് റെഡ് ചില്ലി പിക്കിൾ. ഒക്കെ വെറൈറ്റി സാധനം അല്ലേ. കോമ്പിനേഷൻ നോക്കട്ടെ നോക്കട്ടെ. കഴിക്കാത്ത തരം പിക്കിൾസ്. സീരിയസ്ലി ഓരോ സാധനം ട്രൈ ചെയ്യുമ്പോൾ പിന്നെയും അഡിക്റ്റ് ആയി പോകട്ടെ. സീരിയസ്ലി നിങ്ങൾ കുറേ സാധനം മിക്സ് ചെയ്തിട്ട് ഇനി ഈ അച്ചാർ എന്നിട്ട് അവൾക്ക് അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയും. ഗൈസ് എന്താണ് അച്ചാർ തിന്നാ പെണ്ണുങ്ങൾ നമ്മളെ കണ്ടാ തിന്നാ. അപ്പം ഇഷ്ടമായില്ലേ? അപ്പം ഇനി കുറച്ച് കാലത്തിന് ഞാൻ അച്ചാറൊന്നും നമുക്ക് വേണ്ടിയില്ല. നല്ല വെറൈറ്റി ഉണ്ട് ഇതൊക്കെ, വെറൈറ്റി ടേസ്റ്റ്. അതെ. അപ്പോൾ ഗൈസ് വീഡിയോ എത്ര ഉള്ളൂ. ഇനി ബാക്കി വിശേഷങ്ങൾ പുളിഞ്ചിയൊക്കെ ഉണ്ട്. ബാക്കിയുള്ള വിശേഷങ്ങൾ കാണിക്കാം. ഇവിടുന്ന് പോയ പിന്നെ നിന്ന സീന് ബ്ലോക്ക് എടുത്ത് പോരും, ആക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ ഗൈസ് പോവാം. അപ്പോൾ പറഞ്ഞാൽ മറക്കണ്ട. അപ്പോൾ അച്ചാർ കോട്ടർ ഏത് വേണ്ട. ഗൈസ് ബാക്കിയുള്ള വിശേഷം നമ്മളവിടെ കാണാം അല്ലേ. എന്നോ ഗൈസ് ഞാൻ വീഡിയോ കട്ടാക്കി പോയത്. അവള് വന്നിട്ട് അവൾ പിന്നെ പുളിഞ്ഞു കൂടി നോക്കണം പറഞ്ഞിട്ട്. നീ ശരിക്കും പോയി ഞങ്ങൾ കേട്ടോ. നീ പോവാ, നീ ഞങ്ങൾ പോയി ഗൈസ്. അടുത്ത് നിർത്താൻ മതിയാ. പോസ്റ്റ് ചെയ്യണ്ടല്ലോ. രണ്ടാളും ഒളിച്ചിടാൻ പോവുകയാണ്. ഇപ്പോൾ കൂരാട് കോട്ടക്കല് പോയാണ്ട് ഇപ്പൊ കോട്ടക്കൽ പോയാണ്ട്
സംഭവങ്ങളൊക്കെ അച്ചാറൊക്കെ വാങ്ങി അല്ലേ? കുറെ അച്ചാറ് കിട്ടി. അതാ വേഗത്തെ കവറ് മൊത്തം അച്ചാറാണ്. തിന്നണെന്ന് സന്തോഷായോ? കൊറേ കോമഡി ഉണ്ടായിരിക്കുന്ന ഗൈസ്. അവിടുന്ന് നമുക്ക് ജ്യൂസ് കിട്ടിട്ടോ, മറ്റേ പൈനാപ്പിളിന്റെ ജ്യൂസ്. അപ്പൊ ഇങ്ങനെ താത്ത നമ്മൾ ചോദിച്ചു, അപ്പൊ ഓള് കുടിച്ച ഞാൻ കുടിച്ചു പോലും പോയിട്ടില്ല. എന്നിട്ടാ അപ്പൊ ഒളിച്ചുവിടാണ് നിങ്ങള്. അതെ ഗൈസ്, നിങ്ങൾ രണ്ടുപേരും മാത്രം ഒരു സ്ഥലത്തേക്ക് പോവാണ്. ഞാൻ സ്ഥലമൊക്കെ കണ്ടുവെച്ചിരിക്കുന്നത്, നീ കൊണ്ടായാ മതി കേട്ടോ. തട്ടിക്കൊണ്ടുപോവാണ് ഗൈസ്. ആരോടും പറയാണ്ട് നമ്മൾ ട്രിപ്പ് പോകാൻ. നമ്മളെ ഇന്നില്ല കോട്ടക്കൽ വണ്ടി ഔട്ടല്ലെങ്കിൽ കയ്യും കിട്ടിയിരിക്കുന്നത്. കോട്ടക്കലൊക്കെ എല്ലാവരും കമന്റ് ചെയ്യും. കോട്ടക്കൽ വെച്ച് കണ്ട് മീറ്റ് ചെയ്യാം. വീട് നാളെ വരും. അപ്പൊ ഞങ്ങള് കോട്ടക്കലിന് പോയിക്കൊണ്ടിരിക്കണ്ടാവും. അപ്പൊ ഗൈസ് അവിടെ എത്തിയിട്ട് കാണാം. ബാറ്റ്മാൻ. അപ്പൊ ഗൈസ് ഇതിന് എത്ര രൂപ ഉണ്ടാവും നിങ്ങൾ ഗസ് ചെയ്യട്ടോ. എന്തായാലും നിങ്ങൾ ഗസ് ചെയ്യണതിനെക്കാട്ടിലുണ്ട്. ഒരു ക്ലൂ ആണ്. അതെന്താ അങ്ങനെ ഒരു ടോക്ക്? അങ്ങനെയാണ്. ഗസ് ചെയ്യണ അതിന്റെ കുറവായിരിക്കണം. ഓരൊക്കെ ഗസ് ചെയ്യത്രക്കാർ ഞാൻ പറഞ്ഞേ ഒരു 150, 300, 200 എത്രക്കുള്ള ഗസ് ചെയ്യും. പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായ ഒരു റേറ്റ് ആണ് ഇതിന്. കമന്റ് ചെയ്യില്ലേ റേറ്റ്? യെസ് ഗൈസിന്റെ പേര് ഇവിടെ ഫോൺ കണക്റ്റാക്കിയുണ്ടല്ലേ. അപ്പൊ ഗൈസ് ഞങ്ങൾ പോയിട്ടൊക്കെ അവിടെ എത്തിയിട്ട് കാണാം. ഫോണിന്റെ ചാർജ് കഴിയാനായി. അപ്പൊ ഗൈസ് അവിടെ എത്തിയിട്ട് കാണാം. അപ്പൊ ബൈ ബൈ. ബൈ ബൈ ആണ്. പൊടി തട്ടേ ഗൈസ്. അങ്ങനെ ഇപ്പൊ ഇല്ലത് കോട്ടക്കുണ്ട്. പില്ലോസും ഒക്കെ. ഈ പില്ലോന്റെ റേറ്റ് എത്ര? ചെറിയ പൈസ. എത്ര? ഒരു 7,000 ഗൈസ്. പിന്നെ ഓഫറുണ്ട്. ഓഫറൊക്കെ ഉണ്ട്. ഇത് അരയനത്തിന്റെ തൂവല് കൊണ്ട് ഉണ്ടാക്കിയ പില്ലോ അല്ലേ? നമ്മള് ആദ്യമായിട്ട് അറിയണം കേട്ടോ അങ്ങനെയൊക്കെ പില്ലോസ് ഒക്കെ ഉണ്ട്. 3000, 4000 ഒക്കെ ഉണ്ട്. എന്ത് സുഖമുണ്ട് ഇതൊക്കെ. പിന്നെ പശുവിന്റെ അവിടെ മിൽക്കൊക്കെ ഉണ്ട്. എന്താ ടൊമാറ്റോ. ഇത് പില്ല് എന്തിന്റെ മിൽക്ക്. ഇത് ഡബിള്. ഒരു ഭാഗം കൂള് അല്ലേ? ഒരു ഭാഗം ഹോട്ട്. എന്തൊക്കെ ഉണ്ട് ലാമി. ഇതൊക്കെ എന്തിനാ വരുന്നിക്കണ ലാമി? ഇപ്പൊ നോക്കിക്കോ. ഷോപ്പിന്റെ പേരെന്താ? ലാസ്റ്റ് കാട്ടെടുക്കാം. അതെ. അങ്ങനെ ഞങ്ങൾ പോയൊക്കെ വന്നപ്പോൾ ഏകദേശം വൈകുന്നേരമായി. ആഷിക വീട്ടിലേക്ക് പോയി. ഞാനിവിടെ ഇറങ്ങി. കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലായിട്ട് കാണാം ഗൈസ്. ഹായ്. അപ്പോൾ നിങ്ങൾ എങ്ങനത്തെ വീഡിയോസാണ് ഇനി വേണ്ടത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പം നമ്മൾ അങ്ങനത്തെ വീഡിയോസും ചെയ്യണതാണ്. ഓക്കെ ബൈ.